പൊട്ടറ്റോ ഫ്രൈ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? പൊട്ടറ്റോ ഫ്രൈ പോലെ തന്നെ നല്ല സ്വാദുള്ളതാണ് ഈ പൊട്ടറ്റോ മസാല കേട്ടോ. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ഇതിനാണെങ്കിൽ അധികം ഓയിലൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഒരു പാൻ വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് നന്നായിട്ട് ചൂടാകുമ്പോൾ 2 വലിയ സവാള അരിഞ്ഞതാണ് കേട്ടോ ഇതിലിട്ടത്. ഇത് നമ്മൾ 3 വലിയ പൊട്ടാറ്റോ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ സവാള ഒന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഇതൊക്കെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ വേഗം വഴണ്ടി കിട്ടും. ഇതൊരു 1/4 ഭാഗം വഴണ്ടി വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. 5, 6, 7 എത്രയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അതിനുശേഷം നമ്മളതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഇതൊക്കെ ചേർത്ത് അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം ഈ മസാലയിലേക്ക് ആവശ്യമുള്ള. അതിനുശേഷം ഈ മുളകും മല്ലിയും മൂക്കണ വരെ നന്നായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പൊട്ടാറ്റോ അരിഞ്ഞിട്ട് ആ കഷ്ണങ്ങൾ ഇതിൽ ചേർത്ത് കൊടുക്കുക. ഒട്ടും വെള്ളം ഒഴിക്കണ്ട, സിമ്മിൽ വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കുക. നന്നായിട്ട് എന്താ പറയുക, അടി പിടിക്കുന്നുണ്ടോയെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം നമ്മൾ. ഇനി അഥവാ കുറച്ച് അടിയിൽ പിടിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ നടുവിൽ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തോളൂ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ചും കൂടി ഉപ്പ് വേണമായിരുന്നു. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അടി പിടിക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി മൂടി വെച്ച് അങ്ങനെ വേവിച്ചെടുക്കണം കേട്ടോ. അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. സിമ്മിൽ തന്നെ ഇടണം. അങ്ങനെ നമ്മൾ അടിപൊളി പൊട്ടറ്റോ മസാല റെഡിയായി. ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ബൈ.